ജാർഖണ്ഡിലെ ക്രിസ്കെയിൽ എന്നാണ് റോബിൻസിനെ പൊതുവെ വിളിക്കുന്ന ഓമന പേര്. ജാർഖണ്ഡുകാരനായ പവർ ഹിറ്ററുടെ പ്രത്യേകത എന്താണെന്ന് ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാനും കഴിയും. ഈ പ്രാവശ്യം താരലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് 65 ലക്ഷത്തിന് വാങ്ങിയ 22-കാരൻ വിക്കറ്റ് കീപ്പറും ബാറ്ററുമാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ കഴിഞ്ഞ വർഷം അരങ്ങേറ്റം കുറിച്ച താരം ലിസ്റ്റയിലെ കുറച്ച് മത്സരങ്ങൾ കൊണ്ട് തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. 2023-2024 IPL ഗുജറാത്ത് ടൈറ്റൻസ് ടീമിൽ എത്തിയെങ്കിലും കളിക്കാൻ താരത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. ഈ പ്രാവശ്യം 30 ലക്ഷമാണ് അടിസ്ഥാന വിലയെന്നത്. ഇരട്ടിയിലേറെ തുക നൽകി മുംബൈ ഇന്ത്യൻസ് ടീമിൽ എത്തിച്ചത് വെറുതെ ആകുവാനുള്ള ഒരു സാധ്യതയുമില്ല. മഹാരാഷ്ട്രക്കാരനായ ഓൾറൗണ്ടർ ഇപ്രാവശ്യം 35 ലക്ഷം രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് നേടിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ സെയ്ദ് മുഷ്തഖ് അലി T20 ടൂർണമെന്റിലെ മികച്ച പ്രകടനത്തിലൂടെയായിരുന്നു 22-കാരൻ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിയിരുന്നത്. ടൂർണമെന്റിൽ ആകെ 131 റൺസ് അടിച്ചപ്പോൾ സ്ട്രൈക്ക് റേറ്റ് 252 വന്നിരുന്നു. ഇതിനൊപ്പം 8 വിക്കറ്റുമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല മീഡിയം പേസറുമാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് IPL ടീമിൽ ഇടം പിടിച്ചപ്പോൾ തന്നെ വലിയ വാർത്തകളായിരുന്നു. അണ്ടർ-90 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച എണ്ണം പറഞ്ഞ ഇന്നിംഗ്സുകളാണ് ബീഹാറുകാരനായ ഇടംകൈയൻ ബാറ്റർക്ക് കൂടുതലും IPLലേക്ക് വഴി തുറന്നു കൊടുത്തതെന്നും പറയാം. കൂടാതെ ഇടംകൈയൻ സ്പിന്നറുമാണ്. അണ്ടർ-90 ടൂർണമെന്റിൽ ഓസ്ട്രേലിയക്കെതിരെ 58 പന്തിൽ സെഞ്ചുറിയും നേടുകയുണ്ടായി. കഴിഞ്ഞ വർഷം അണ്ടർ-90 ഏഷ്യ കപ്പിലും തിളക്കമാർന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ഇതിനെ തുടർന്ന് 12-ാം വയസ്സിൽ ബീഹാറിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ കളിക്കാനായി ഇറങ്ങിയിരുന്നു. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ കളിക്കുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയും നേടി. വൈഭവിന് ഔദ്യോഗിക രേഖകളിൽ ഉള്ളതിനേക്കാൾ പ്രായം കൂടുതലാണെന്ന തരത്തിലും പരാതികൾ ഇതിനിടെ ഉയർന്നു വരികയും ചെയ്തു. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ IPLലെ പ്രായം കുറഞ്ഞയാളായിരിക്കും. തമിഴ്നാട്ടുകാരനായ മുൻനിര ബാറ്റർ ആന്ദ്രെ സിദ്ധാർത്ഥ് തമിഴ്നാട് പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനത്തെ തുടർന്നാണ് IPL ടീമിന്റെ ശ്രദ്ധയിലേക്ക് വന്നിരുന്നത്. ഈ പ്രാവശ്യം രഞ്ജിയിൽ തമിഴ്നാടിനായി മികച്ച ബാറ്റിംഗും കാഴ്ചവെച്ചിരുന്നു. ലോക്കൽ ബോയ് ഇമേജ് ഉള്ള 18-കാരന് താരനിബിഡമായ ചെന്നൈയുടെ 11-ൽ ഇടം കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്.